ആരടി? കുഞ്ഞാലി മരിക്കാരാണെന്നാ ഭാവം. ഒരു വെള്ളയ്ക്ക വന്ന് വീണപ്പോഴേക്കും പേടിച്ച് വിറച്ചല്ലോ. ഞങ്ങൾ നിങ്ങളെ തിരക്ക് ലാസ്റ്റ് കൂടി പോയിരുന്നു. അപ്പോഴാണ് വെളുപ്പാങ്കാലത്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളെ മനസ്സിലായ മാർക്കോസിന് നിങ്ങളെ കണ്ട് നന്ദി പറയണമെന്ന് 2 ദിവസമായിട്ട് ഒറ്റ വാശി. ഇപ്പൊ എങ്ങനെയുണ്ട്? കോയിക്കാതറിന്റെ ഇരുമ്പലൊക്കെ പോലുള്ള കൈ കൊണ്ടാണല്ല കിട്ടിയത്. എന്റെ തണ്ണന്മാരും വിളി സമയെടുക്കേ. ബാപ്പുട്ടിക്കാനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ലാസറേട്ടൻ പറഞ്ഞറിഞ്ഞ് ഇനി ഈ കടാപ്പുറത്ത് തന്നെ കൂടാനാണ് പരിപാടി. അല്ല, എനിക്ക് പോണം. എങ്ങാട്? അതറിയില്ല. അതെന്താണപ്പ ഒരു ലക്കില്ല കാനില്ലാത്ത പോക്ക്? എന്നാ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ തന്നെ കൂടാല്ല. പറഞ്ഞത് നേരാണ് കേട്ടാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാല് ഒരു തൊഴിലിയങ്ങ പഠിപ്പിച്ച, പിന്നെ ഒരു മൊഞ്ചത്തീനയും കെട്ടി ഒരു കുടിയും വെച്ച് ഇവിടെ തന്നെ കൂടാല്ല. നിങ്ങളൊന്ന് പണിക്ക് പോയില്ലേ? പോയിട്ടെന്തിനാണ്? ആ കോയിക്കാതറിന്റെ പണിക്കൂറ്റം തീർത്തേ പിന്നെ ബോട്ടുകാർക്ക് ഞങ്ങളോടും വിളി വാശി കൂടുതലാണേ. അവരെ നേരിടാൻ നിങ്ങൾക്ക് പേടിയാണോ? ഇപ്പൊ തോക്കും പൊട്ടാസും ഒക്കെ ആയിട്ടാണ് പുറംകടലിൽ വെച്ച് അവര് ഞങ്ങളെ മാട്ടണത്. നിങ്ങൾ ധൈര്യമായിട്ട് ഉള്ളവർക്ക് ഞാനും കൂടെ വരാം. എത്ര നേരം ഞാൻ ഈ വെയിലും കൊണ്ട് നിക്കണേന്നറിയാവാ? അതിന് വെയിലത്ത് നിൽക്കണതിനകത്തിനാണ്. നട്ടുച്ചയായിട്ട് നിന്റെ തണുപ്പ് മാറിയിടേ കൊച്ചുരേശ പുണ്യാളത്തി. ഞാൻ മാറി തരണ. കാര്യം പറയാൻ നേരത്ത് കളിതമാശക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ പോണേന്ന് കേട്ടാ. പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വേറെ ആരെങ്കിലും കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ? ആ, അതുകൊണ്ടാണ് വന്നത്. ഏതെമ്പോക്കിയാണടി അവൻ? എംബോക്കിയൊന്നുമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പറവൂരിന് ചേട്ടൻ കൊണ്ടുവന്ന ആലോചനയാണ്. കടാപ്പുറത്തുള്ള ഒരുത്തിനും എന്നെയും സാറാനെയും കെട്ടിക്കൂലെന്നാണ് ചേട്ടൻ പറയണത്. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ലോറൻസ് ചേട്ടൻ ചേട്ടനോട് കാര്യങ്ങൾ പറയണം കേട്ടാ. അതെന്ത് കോപ്പിലെ പണിയാണ്? എന്റെ പെങ്ങളെ അവന് പ്രേമിക്കാമെങ്കിൽ അവന്റെ പെങ്ങളെ എനിക്കും പ്രേമിക്കാം. നടക്കുന്ന കാര്യം വല്ലോണ്ടേലും പറയണ്ട ലോറൻസ് ചേട്ടാ. നീ പേടിക്കാണ്ടി റെഡി. മാർക്കോസ് കൊണ്ടുവരുന്ന കാര്യം ഞാൻ മുടക്കും. ചെക്കന്റെ വീട്ടുകാരോട് ഉമ്മാമ്മി സ്നേഹമാണെന്ന് ഞാനങ്ങ് പറയും. അവിടെയും രക്ഷ കിട്ടിയില്ലെങ്കിലേ നിനക്ക് വയറ്റിലുണ്ടെന്നങ്ങാട് കാച്ചും. നീ വേണ്ടായിനൊന്നും പറയണ്ട കേട്ടാ. അല്ലാണ്ട് പിന്നെ കാര്യം നടക്കുവാ. ഈ കടപ്പുറം പെരുത്ത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാരെയും. ഇനി ഇവിടം വിട്ടെങ്ങും പോണില്ലാന്ന് കേട്ട് നേരാണ്. വല്ലാണ്ട് വേദനിക്കുന്നു. നീ ഏതാടി? വെള്ളച്ചിരിച്ചിട്ട് കൂടുന്നുണ്ട്. എന്താടി നിന്റെ പേര്? പേര് പേര് ബാപ്പുട്ടി. ബാപ്പുട്ടി എങ്ങോട്ടാണ്? വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. നിലാവത്തഴിച്ചു വിട്ട കോഴിയെ കൂട്ട് രാത്രി അങ്ങാടും ഇങ്ങാടും നടക്കണ്ട കേട്ടാ. നുമ്മാക്ക് അനന്തം മുതലാളുടെ നോട്ടപ്പുള്ളികളാണല്ല. ഒന്ന് മൂപ്പിക്കണ. ഒന്നാം തരം അന്തിക്കളാണ്. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിക്കണില്ല. അങ്ങാട്ടിരിക്ക്. നമുക്ക് കടക്കാറ്റ് കൊണ്ട് 4 പഞ്ചായത്ത് പറഞ്ഞിരിക്കാല്ല. എടാ മാർക്കോസേ, ഇയാക്കടെ വിചാരം നുമ്മ ഒന്നും കാണണില്ല കേൾക്കണില്ല എന്നാണ് കേട്ടാ. അല്ലേ, കുടിയിലുള്ള പെങ്കൊച്ചുങ്ങൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കേട്ടാ. തുന്നക്കാരി ബിയാത്തുമ്മാന്റെ പുന്നാരമോള് സഫിയയുമായിട്ട് ഇയാൾക്ക് എന്താണ് ലൈന്? ഏയ്, വെറുതെ വല്ലതും പറഞ്ഞുണ്ടാക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. അത് വിട്. ആളും തൂണുമില്ലാത്ത കൂട്ടരാണ്. എളുപ്പം ആ പെങ്കൊച്ചിനെ നിക്കാഹ് ചെയ്താൽ ഒരു കുടുംബം രക്ഷപ്പെടും. നിങ്ങൾക്കും വേറൊന്നും നോക്കാനില്ലല്ല. വേണമെങ്കിൽ ഞാൻ ബിയാത്തുമ്മായിട്ടൊന്ന് ആലോചിക്കാൻ കേട്ടാ. വേണ്ട. അതെന്താണ്? നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? അതുകൊണ്ടല്ല. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല. മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. 14 വർഷങ്ങളായി ഞാൻ തേടുന്നു എന്റെ ശത്രുവിനെ. അതാരാണ്? അത് കണ്ടെത്തണം. അപ്പൊ ആളാരാന്നറിയില്ല? ഇല്ല, പേരും വീടും നാടും ഒന്നും അറിയില്ല. പക്ഷേ മുഖം അതൊരിക്കലും മറക്കില്ല. എന്നെങ്കിലും കണ്ടെത്തും. എണ്ണി എണ്ണി കണക്കുകൾ തീർക്കും. ഇതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആയാലോടെ മാർക്കോസേ. ഇയാളെന്ത് വട്ടാണി പറയണേ? ഊരും പേരും അറിയാണ്ട് എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കണേ? എന്റെ കർത്താവ്, ഇനിയിപ്പോ അവൻ വടിയായി കാണില്ല എന്നാരറിഞ്ഞ്? ഇല്ല, അവൻ മരിക്കില്ല. എനിക്ക് വേണ്ടി അവൻ ജീവിച്ചിരിക്കും.
എന്റെ കൈകൊണ്ടേ അവൻ മരിക്കൂ, എന്റെ കൈകൊണ്ട് മാത്രം. എന്റെ ഈശോയെ, എന്റെ മോന്റെ വള്ളവും വലി കത്തിയല്ലോ. പറഞ്ഞിട്ട് കോഴിക്കാവർ കൂട്ടം ചെയ്ത പണിയാണ്. ഇതാ കാതറേ, കാതറേ, വാതിൽ നോക്കണ അച്ചത്തെ. ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും കേട്ടാ. കാതറില്ലേ? ഇല്ലല്ല, നുണ പറയരുത് കേട്ടാ പെണ്ണുമ്പിള്ള. നേരാണ് പറഞ്ഞത്. അകത്താട്ടുകാരെ നോക്കാടാ. ഇവിടെ ഞാനും എന്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ. പഠിച്ചതാണ് സത്യം. നിന്റെ കെട്ടിയാൻ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട കേട്ടാ. എന്നെങ്കിലും അവനെ ഞങ്ങളുടെ കൈ കിട്ടും, അന്ന് അവന്റെ മയ്യത്തായിരിക്കും. വാടാ പോവാം. കാതറ് നിക്കടാ അവിടെ, നിക്കാൻ. ഭർത്താവിന്റെ കൊലപാതകത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ആരെയാണ്? ഇന്നലെ അന്തിക്ക് പാപ്പുട്ടും വേറെ 5-6 പേരും മൂപ്പരെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അതുകൊണ്ട് മാത്രം അവരെ സംശയിക്കാൻ പറ്റില്ല. അതല്ലേ മോനെ, പാളും കത്തിയൊക്കെ ആയിട്ട് അവര് വന്നത്. കൈ കിട്ടിയ കൊന്നു കളയൊന്ന് പറഞ്ഞിരുന്നു. തിരിച്ചു പോകാൻ നേരത്ത് മൂപ്പരെ ഓടിച്ചിടുന്നത് ഞാൻ കണ്ടതാണ്. ഇത് അനന്തം മുതലാളി നമുക്കിട്ട് ചെയ്ത പണിയാണ് കേട്ടോ. അല്ലാണ്ട് പിന്നെ എടാ ലോറൻസ്, നിനക്ക് വല്ല സംശയം എവിടെ? അയ്യോ, ദേ പോലീസ് വരണം. ആരാടാ ബാപ്പുട്ടി? ഞാനാ. ഇങ്ങോട്ട് പറയടാ. ലാസർ, മൂസ, കൃഷ്ണൻകുട്ടി, വർഗീസ്, ലോറൻസ്, മാർക്കോസ്. കേരള ജീപ്പിലേക്ക്. കാര്യം എന്താ സാറേ? ഓഹോ, കാര്യം അറിഞ്ഞാലും നീയൊക്കെ കയറുമല്ലേ? വഞ്ചിയും വലയും കത്തിച്ചതിന് ഒരു നിരപരാധിയെ കൊന്ന് കുടലെടുത്തിട്ടാണോടാ പകരം ചോദിക്കുന്നത്? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാറേ. ഉമ്മസാരൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പിടിച്ച് കയറും. എന്റെ ഭർത്താവ് ഈശോമിശിഹായേ, എന്റെ മോനെ ദേ പോലീസ് പിടിച്ചു കൊണ്ടുപോകണല്ലോ. ഞാൻ അയ്യോ. എന്റെ പൊന്നെ മാന്നെ, എന്റെ മക്കളെ ആരെയും കൊന്നിട്ടില്ല. അവരൊന്നും ചെയ്യില്ലേ മാന്നെ. ഈശോയേ. അലരണ്ട സാറേ, ഇവരിവിടുന്ന് കൊണ്ടുപോകണമെങ്കില് ഞങ്ങളുടെ നെഞ്ചത്തൂടെ വണ്ടി കേൾക്കണം. ഞങ്ങൾക്ക് കുറച്ച് പണി ഉണ്ടാക്കി വെക്കരുത്. മാറി. ദയവ് ചെയ്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ഇവർ ഞങ്ങളെ കൊല്ലാനല്ല കൊണ്ടുപോകുന്നത്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ വിട്ടയക്കും. ആരാടാ കാതറിനെ കൊന്നത്?
പറയടാ. കഴിവ് പറയടാ. സത്യം പറയടാ. നീ അല്ലേ കൊന്നത്? പറയടാ. അടിച്ചതിനെ മോനെ. പറയടാ. കള്ളം പറയരുത്. നിന്നെ കൊണ്ടല്ലടാ, നിന്റെ മറ്റേനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഇനി തല്ലരുത്. സാറിനൊരു കൊലയാളിയല്ലേ വേണ്ടത്? കാദറിനെ കൊന്ന ഇവരാരുമല്ല, ഞാനാ. ഇത്ര നേരം ചോദിച്ചപ്പോ നിന്റെ അണ്ണാക്കിൽ എന്തായിരുന്നടാ പട്ടി? തൊട്ടുപോകരുത്. കുറ്റം തെളിയിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളെ തല്ലിയത്? അതേറ്റ് പറഞ്ഞില്ലേ? ഇനി തല്ലിയാൽ കൊന്നിരിക്കണം, അല്ലെങ്കിൽ സാറിന്റെ കുഞ്ഞുങ്ങൾക്ക് തന്ത ഉണ്ടാവില്ല. നിങ്ങൾ എന്തിനാണ് വെറുതെ കുറ്റമേറ്റെടുത്തത്? ഇതല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? പാപ്പുട്ടിക്കല്ലാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഞങ്ങളും കുറ്റമേക്കാൻ പോവേണ്. വെറുതെ വാശി പിടിക്കരുത്. നിങ്ങൾ പോണം. ഞാൻ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താ? ആരോരും ഇല്ലാത്തവനല്ലേ. നിങ്ങൾ അങ്ങനല്ലല്ലോ. എങ്ങാണ്ടൊന്നോ വന്ന് എങ്ങാണ്ടേക്ക് പോണ ഒരുത്തൻ ഇപ്പൊ ജയിലിൽ കിടക്കണമെന്ന് ഒന്നും അറിയാത്ത കുറ്റത്തിനാണ്. അതും നമുക്ക് വേണ്ടി. വാപ്പൂട്ടിക്കാനെ എങ്ങനെയും ജയിലിൽ നിന്ന് ഇറക്കണം. ചേടാ, ഇവന്റെ പറച്ചില് കേട്ടാത്തൊന്നും നമ്മ വിചാരിക്കാഞ്ഞിട്ടാണ്. ഇത് മോഷണവും പിടിച്ചു പറയൊന്നുമല്ല, കൊലക്കേസാണ്. ഏതമണ്ടൻ കേസാണേലും കാശമ്പുത്തനുണ്ടെങ്കിൽ മേനോൻ വക്കീല് ജാമ്യത്തിനെടുക്കും. അതിന് നമ്മളെ എവിടെ നിന്നാണ് കാശ്? എന്നാ പിന്നെ മേരിയെ പറഞ്ഞു വിടാ. അവള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് 4 പുളിച്ച തെറി പറയാൻ വേണ്ടല്ലോ, തന്നെത്താൻ ഇറക്കി വിടും. അത് വേണ്ട. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോ ആ ഇൻസ്പെക്ടർക്ക് മേനോ വക്കീലൊന്ന് കണ്ടു നോക്കാം. ജയിലിൽ നിന്ന് വിട്ടെന്ന് അമ്മിണി ചേച്ചി അറിഞ്ഞ് പെരുത്ത് തല്ലിയ പോലീസുകാര്. ഏയ്, നോണ അമ്മിണി ചേച്ചി പറഞ്ഞല്ല. പോലീസുകാരുടെ ജോലി അവർക്ക് ചെയ്യണ്ടേ? തല്ലലാണ് അവരുടെ ജോലി. ഒത്തിരി നൊന്ത് കാണുമല്ലേ? എന്നെ ഓർത്ത് നീ എന്തിനാ എത്ര വിഷമിക്കുന്നത്?